ഹലോ ഗായ്സ്, ഇപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. ഇപ്പോൾ നമുക്കൊരു റവ വെച്ചിട്ടൊരു അടിപൊളി റവ കേക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടാലോ? വായോ. അപ്പോൾ ഗായ്സ്, നമ്മൾ ഫസ്റ്റ് മിക്സി ജാർ എടുത്തിട്ട് അതിൽ 1 കപ്പ് റവ ഇട്ടെടുത്തിട്ടുണ്ട്. 1 കപ്പ് റവയ്ക്ക് 1/2 കപ്പ് നാളികേരം ഇട്ടെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ 2 കപ്പ് റവ എടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് 1 കപ്പ് നാളികേരം എടുക്കാവുന്നതാണെന്ന്. ആവശ്യത്തിനുള്ള മധുരം, ഇത്തിരി പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര. ഞാൻ ശർക്കര ഇട്ടിട്ടുള്ള ഒരു നാടൻ രുചിക്ക് വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ പാൽ വേണമെങ്കിൽ നമുക്ക് ഒഴിക്കുക കേട്ടോ. നാളികേരപ്പാൽ നല്ല രീതിക്ക് ഒരു തിക്ക് കൺസിസ്റ്റൻസിലൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അധികം തിക്കല്ല, എന്നാലും ഒരു ദോശ ബാറ്ററിൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസിലൊന്ന് അടിച്ചു കൊണ്ടുവരാം. പിന്നെ നമുക്ക് ഒരു കേക്ക് മോൾഡ് എടുക്കണം. അത് നല്ല രീതിക്ക് തുടച്ചതിന് ശേഷം മാത്രം നമ്മളവിടെ ഓയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ബട്ടർ പേപ്പറൊക്കെ വെക്കാം കേട്ടോ. എൻ്റെ കയ്യിലോട്ട് ബട്ടർ പേപ്പർ നോക്കിയിട്ട് കാണുന്നുണ്ടായില്ല, അതുകൊണ്ട് ഞാൻ ഓയിലാണ് തടവി കൊടുത്തത്. അതിലോട്ട് നമുക്ക് നമ്മൾ അടിച്ച് വെച്ച് ഈ റവയുടെ ബാറ്റർ ഒന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നല്ല അടിപൊളി രീതിക്ക് നല്ല തിക്കായി വന്നൊരു ബാറ്ററാണ്. നല്ല രീതിക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഒരു ഒതുക്കി എടുത്തൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ടാപ്പ് ചെയ്യണത് എന്തിനാന്ന് വെച്ചാൽ അതിൽ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോവാനാണ്. പിന്നെ അതിലോട്ട് ബേക്കിംഗ് സോഡ ഇടണം, പറയാൻ ഞാൻ മറന്നു പോയതാട്ടോ. പിന്നെ നമ്മൾ ഒരു ഇഡ്ഡലി ചെമ്പ് നല്ല ചൂടാക്കിയതിന് ശേഷം ഒന്നും കൂടി ടാപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ ഇഡ്ഡലി ചെമ്പിലോട്ട് നമ്മളുടെ ഈ കേക്ക് മോൾഡ് ഒന്ന് ഇറക്കി വെക്കാൻ. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കണം. ഒന്നും കൂടി ടാപ്പ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഇഡ്ഡലി ചെമ്പിലോട്ട് ഇറക്കി വെക്കാൻ. അപ്പോൾ നല്ല ഒരു 20 മിനിറ്റ് അത് അവിടെ ഇരുന്ന് കുക്കായിക്കോട്ടെ. ഇനി നമുക്ക് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം. കാരണം നമ്മൾ അടിപൊളിയായിട്ടുള്ള റവ കേക്ക് കൂടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് മാത്രം ഫീഡ്ബാക്ക് അറിയിച്ചാൽ മതി. അത്രയ്ക്ക് അടിപൊളിയാണ്, നിങ്ങളെ ഉറപ്പായിട്ട് അറിയിക്കണം. ബൈ.